ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിതുപോലെ അബ്രോഡ് പഠിക്കാൻ വേണ്ടി ഞാൻ ബിടെക് കഴിഞ്ഞതാണ്. അപ്പോൾ അബ്രോഡ് മാസ്റ്റേഴ്സ് ചെയ്യാനായിരുന്നു ഞാൻ ആദ്യം നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജർമ്മനി എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ പറ്റി അറിയണത്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, നമുക്ക് ഫീസൊന്നും ഇല്ലാതെ സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് നോക്കിയപ്പം ലാംഗ്വേജ് ആയിരുന്നു കണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു B1 ഒക്കെ ആയ സമയത്താണ് ഞാൻ ഹയർ ആൻഡ് കെയറിനെ കാണുന്നത്. അത് ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. കണ്ടപ്പം അതുപോലെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അന്ന് അവർക്ക് കേരളത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ജർമ്മനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ യൂട്യൂബിൽ കണ്ട വീഡിയോയിലുള്ള കുട്ടികളും അവർ ട്രസ്റ്റ് ചെയ്തിരുന്നു. കാരണം കേരളത്തിലൊരു സ്ഥാപനം ഇല്ലാതെ ഇരുന്നിട്ട് പോലും അവർ ഒത്തിരി എന്താ പറയുക, ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഇതുപോലെ ബിടെക് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, ലാംഗ്വേജ് മാത്രം ക്രാക്ക് ചെയ്താൽ മതി ഐശ്വര്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്തു. അങ്ങനെ ഒരു ഫെബ്രുവരി ആയപ്പം എനിക്ക് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ തന്നിരുന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഏപ്രിൽ അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിരുന്നു. കോൺട്രാക്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 22 എൻ്റെ വിസയ്ക്ക് വയ്ക്കുന്നത്. സെപ്റ്റംബർ 17 എനിക്ക് വിസ കയ്യിൽ കിട്ടി. ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ 30 ആണ്. ഞാനിന്ന് ജർമ്മനിയിലേക്ക് പോവാണ്. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഹയർ ആൻഡ് കെയറിനും ഒത്തിരി നന്ദി, കാരണം എൻ്റെ ഹാർഡ് വർക്ക് ഒരു ഫുൾഫിൽ ചെയ്ത് തന്നത് ഹയർ ആൻഡ് കെയർ ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ ആൻഡ് കെയർ ഒരു നല്ല ഓപ്ഷനാണ്. കാരണം അവർ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാ കാര്യങ്ങളും ഒത്തിരി ഫാസ്റ്റായിട്ടും എല്ലാ കാര്യത്തിനും എല്ലാ പേപ്പർ വർക്ക്സും എല്ലാത്തിനും അവർക്ക് ഓരോരോ ആൾക്കാരുണ്ട് ഓരോരുത്തരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതെല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമുക്ക് എന്തായാലും ജർമ്മനിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഹയർ ആൻഡ് കെയർ വഴി. ഇനി അഥവാ നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഹയർ ആൻഡ് കെയർ ഒരു നല്ല ഓപ്ഷനാണ്. അവർ അതും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ആർക്കാണെങ്കിലും ഹയർ ആൻഡ് കെയർ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ധൈര്യമായിട്ട് ഹയർ ആൻഡ് കെയറിനെ ട്രസ്റ്റ് ചെയ്യാം. അവർ നമ്മളെ ജർമ്മനിയിൽ എത്തിച്ചിരിക്കും. അവരെ നമുക്ക് എന്താ പറയുക, അവരെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായി തന്നെ നമ്മളെത്തിക്കും. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അതെല്ലാം മുന്നേ തന്നെ പറയും, എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എല്ലാം. ബിജു സാറാണെങ്കിലും മാൻസി മാം ആണെങ്കിലും അവർ രണ്ടുപേരാണ് എന്നെ ഡീൽ ചെയ്തിരുന്നത്. സോ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും കറക്റ്റായി പറയും. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ജർമ്മനിയിൽ എത്തണതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായി നമ്മളെ എത്തിച്ചിരിക്കും ജർമ്മനിയിലേക്ക്. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിതുപോലെ അബ്രോഡ് പഠിക്കാൻ വേണ്ടി ഞാൻ ബിടെക് കഴിഞ്ഞതാണ്. അപ്പോൾ അബ്രോഡ് മാസ്റ്റേഴ്സ് ചെയ്യാനായിരുന്നു ഞാൻ ആദ്യം നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജർമ്മനി എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ പറ്റി അറിയണത്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, നമുക്ക് ഫീസൊന്നും ഇല്ലാതെ സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് നോക്കിയപ്പം ലാംഗ്വേജ് ആയിരുന്നു കണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു B1 ഒക്കെ ആയ സമയത്താണ് ഞാൻ ഹയർ ആൻഡ് കെയറിനെ കാണുന്നത്. അത് ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. കണ്ടപ്പം അതുപോലെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അന്ന് അവർക്ക് കേരളത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ജർമ്മനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ യൂട്യൂബിൽ കണ്ട വീഡിയോയിലുള്ള കുട്ടികളും അവർ ട്രസ്റ്റ് ചെയ്തിരുന്നു. കാരണം കേരളത്തിലൊരു സ്ഥാപനം ഇല്ലാതെ ഇരുന്നിട്ട് പോലും അവർ ഒത്തിരി എന്താ പറയുക, ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഇതുപോലെ ബിടെക് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, ലാംഗ്വേജ് മാത്രം ക്രാക്ക് ചെയ്താൽ മതി ഐശ്വര്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്തു. അങ്ങനെ ഒരു ഫെബ്രുവരി ആയപ്പം എനിക്ക് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ തന്നിരുന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഏപ്രിൽ അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിരുന്നു. കോൺട്രാക്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 22 എൻ്റെ വിസയ്ക്ക് വയ്ക്കുന്നത്. സെപ്റ്റംബർ 17 എനിക്ക് വിസ കയ്യിൽ കിട്ടി. ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ 30 ആണ്. ഞാനിന്ന് ജർമ്മനിയിലേക്ക് പോവാണ്. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഹയർ ആൻഡ് കെയറിനും ഒത്തിരി നന്ദി, കാരണം എൻ്റെ ഹാർഡ് വർക്ക് ഒരു ഫുൾഫിൽ ചെയ്ത് തന്നത് ഹയർ ആൻഡ് കെയർ ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ ആൻഡ് കെയർ ഒരു നല്ല ഓപ്ഷനാണ്. കാരണം അവർ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാ കാര്യങ്ങളും ഒത്തിരി ഫാസ്റ്റായിട്ടും എല്ലാ കാര്യത്തിനും എല്ലാ പേപ്പർ വർക്ക്സും എല്ലാത്തിനും അവർക്ക് ഓരോരോ ആൾക്കാരുണ്ട് ഓരോരുത്തരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് അതെല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമുക്ക് എന്തായാലും ജർമ്മനിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഹൈർ ഗെയർ വഴി. ഇനി അഥവാ നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഹൈർ ഗെയർ ഒരു നല്ല ഓപ്ഷനാണ്. അവർ അതും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ആർക്കാണെങ്കിലും ഹൈർ ഗെയർ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ധൈര്യമായിട്ട് ഹൈർ ഗെയറിനെ ട്രസ്റ്റ് ചെയ്യാം. അവർ നമ്മളെ ജർമ്മനിയിൽ എത്തിച്ചിരിക്കും. അവരെ നമുക്ക് എന്താ പറയുക, അവരെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായി തന്നെ നമ്മളെ എത്തിക്കും. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അതെല്ലാം മുന്നേ തന്നെ പറയും. എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എല്ലാം ബിജു സാറാണെങ്കിലും മാൻസി മാം ആണെങ്കിലും അവർ രണ്ടുപേരാണ് എന്നെ ഡീൽ ചെയ്തിരുന്നത്. സോ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും കറക്റ്റായി പറയും. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ജർമ്മനിയിൽ എത്താം. ജർമ്മനിയിൽ എത്തണതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായി നമ്മളെ എത്തിച്ചിരിക്കും ജർമ്മനിയിലേക്ക്.